ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് മറക്കരുത് ബംഗാൾ എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. അതായത് വ്യവസായം വരട്ടെ ഒറ്റക്കെട്ടായി CPM പ്രതിനിധികൾ. അതായത് സ്വകാര്യ മൂലധനത്തിനും വ്യവസായങ്ങൾക്കും വഴിയൊരുക്കാൻ നയം മാറ്റി CPM കാത്തിരിക്കുമ്പോൾ ബംഗാളിലെ അനുഭവം മറക്കരുതെന്ന് പ്രതിനിധികൾ. സംസ്ഥാന വിഭാഗങ്ങളാണ് പാർട്ടിയുടെ ശക്തിയെന്ന പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ചർച്ചയിൽ ഓർമ്മിപ്പിച്ചതിൻ്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനായി പുതുവഴികൾ രേഖയിലെ ചർച്ചയും ഉണ്ടായത്. അതേസമയം കേന്ദ്രത്തിൽ BJP അധികാരശക്തിയായി തുടരുമ്പോൾ കേരളത്തിന് വിഭവസമാഹരണത്തിന് പുതുവഴികൾ തേടേണ്ടതുണ്ടെന്ന രേഖയിലെ പൊതുനിർദ്ദേശം പ്രതിനിധികൾ അംഗീകരിച്ചു. അതിന് വലതുഭാഗത്തായി അഭിഭാഷക യോഗ മോശം പെരുമാറ്റം, ജഡ്ജി ഖേദം പ്രകടിപ്പിച്ചു. കേസ് പരിഗണിക്കുന്നതിനിടെ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ജസ്റ്റിസ് A. ബദറുദ്ദീൻ അഭിഭാഷകരോട് ഖേദം പ്രകടിപ്പിച്ചു. തൻ്റെ ഭാഗവും ജസ്റ്റിസ് വിശദീകരിച്ചു. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറിൻ്റെ ചേംബർ വെച്ചാണ് ഖേദം പ്രകടിപ്പിച്ചത്. അതിൻ്റെ തൊട്ടു താഴെയായി ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട്, ദിവ്യ എത്തിയത് നവീൻ ബാബുവിനെ അപമാനിക്കാൻ എന്ന തലക്കെട്ടോടുള്ള വാർത്ത. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിനെ ബോധപൂർവ്വം അപമാനിക്കാനാണ് മുൻ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ യാത്രയപ്പ് യോഗത്തിന് എത്തിയെന്ന് വ്യക്തമാക്കി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട്. ദിവ്യയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്നും വിവരമറിഞ്ഞ് എത്തുകയായിരുന്നെന്നും ജോയിന്റ് കമ്മീഷണർ A. ഗീത സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വിഴുങ്ങുന്ന കേരളം എന്ന തലക്കെട്ടോടുകൂടി പോലീസിനെ കണ്ട് മയക്കുമരുന്ന് കവറോട് വിഴുങ്ങി യുവാവിന് ദാരുണാന്ത്യം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതിന് വലതുഭാഗത്തായി 10 വയസ്സുകാരനെ ഉപയോഗിച്ച് MDMA വിൽപ്പന, പിതാവ് അറസ്റ്റ് എന്ന വാർത്ത. രണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിന് ലഹരി വിഴുങ്ങുന്ന കേരളം എന്ന തലക്കെട്ട് നൽകിയിട്ടുണ്ട് മാതൃഭൂമി. അതിന് താഴെയായി ആഴക്കടലിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി കടൽ മലിനീകരണത്തിനെതിരെ ആലപ്പുഴ തോട്ടപ്പള്ളി സമീപം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നടത്തിയ സമരസംഗമത്തിനെത്തിയ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, MP ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, B. ബാബുപ്രസാദ് തുടങ്ങിയവർ വള്ളത്തിൽ കയറുന്നു. അതിൻ്റെ ചിത്രം അതിൽ നൽകിയിട്ടുണ്ട്. കാകദൃശ്യം എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരേ കാര്യത്തിൽ പല അഭിപ്രായം പറയുന്നുവെന്ന് MV ഗോവിന്ദന് നേരെ വിമർശനമുയരുന്നു. AI മൂത്താൽ സോഷ്യലിസം, നാച്ചുറൽ ഇൻ്റലിജൻസ് മൂക്കുമ്പോൾ എന്നതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കേരളം എങ്ങോട്ട്, 59 ദിവസം 65 കേസ്, കൊലപാതകം 70 എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. ലഹരി കേസുകൾ 2721. ഈ വർഷം മാർച്ച് 7 വരെ ഡി ഹണ്ട് വഴി പോലീസ് കണ്ടെത്തിയത്. അറസ്റ്റായത് 266 പേർ. പിടിച്ചെടുത്തത് 83 ഗ്രാം MDMA, 6 കിലോഗ്രാം കഞ്ചാവ്, 173 കഞ്ചാവ് BD. പ്രതികൾ കൂടുതലും ലഹരിക്ക് അടിമകൾ. സുഹൃത്തുക്കളുടെ തർക്കം കാരണം 17 കൊലപാതകങ്ങൾ. പോലീസിനെ കണ്ട് MDMA വിഴുങ്ങിയ യുവാവ് മരിച്ചു എന്ന വാർത്തയ്ക്ക് താഴെ വലിയ പ്രാധാന്യം അതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട് മലയാള മനോരമ. അതിനോടൊപ്പം തൂത്തുക്കുടിയിൽ 30 കോടിയുടെ ലഹരി പിടിച്ചു എന്ന വാർത്തയും നൽകുന്നു. അതിന് വലതു ഭാഗത്തായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് K-സ്മാർട്ട് ഏപ്രിൽ മുതൽ ഡിജിറ്റൽ കോസ്റ്റ്, ഫീസിൽ മേൽ ഫീസ്. നിലവിൽ ഫീസ് ഇല്ലാത്തവയ്ക്കും ഫീസ്. നടപടി CPM സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ രേഖയ്ക്ക് പിന്നാലെ. അതായത് നഗരസഭാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്ക്, ലൈസൻസുകൾക്കും കെട്ടിട പെർമിറ്റുകൾക്കും നിലവിലുള്ള ഫീസിന് പുറമെ ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിൽ അധിക ഫീസ് ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി. നിലവിൽ ഫീസ് ഇല്ലാത്തവയ്ക്കും അധിക ഫീസ് ബാധകമായിരിക്കും. ഏപ്രിൽ മുതൽ നടപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മലയാള മനോരമയുടെ ഏറ്റവും താഴത്തെ വാർത്തയായി നൽകിയിട്ടുള്ളത് നവകേരള രേഖയ്ക്ക് കർശന തിരുത്ത്, സെസ്സും ഫീസും അടിച്ചേൽപ്പിച്ചാൽ ജനം തിരിച്ചടിക്കുമെന്ന പ്രതിനിധികൾ. വിഭവസമാഹരണത്തിനായി വരുമാനമനുസരിച്ച് ഫീസ് പിരിക്കാനും പുതിയ സെസ് ഏർപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള രേഖയ്ക്ക് CPM സമ്മേളനത്തിൽ കർശന തിരുത്ത്. കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഓൺലൈൻ സേവനങ്ങൾക്ക് ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിൽ അധിക ഫീസ്, മറ്റ് സേവനങ്ങൾക്ക് നോക്കുകൂലി ഉണ്ടല്ലോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ അന്തിമ റിപ്പോർട്ട് പുറത്ത്, അപമാനിക്കാൻ ദിവ്യയുടെ ആസൂത്രണ നീക്കമെന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പുതുവഴിക്ക് പൂർണ്ണ പിന്തുണ, സഹകരണ തദ്ദേശ മേഖല കരുത്തേകും. കേന്ദ്ര ഉപരോധം മറികടന്ന് വളരാനുള്ള ഏക വഴി വിഭവസമാഹരണം, കാർഷിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ എന്നുള്ളതാണ് ദേശാഭിമാനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നത്. ഇന്ന് ബഹുജന റാലി കൊല്ലം ചുവപ്പണിയും എന്ന തലക്കെട്ടോടുകൂടി പാർട്ടിയുടെ ബഹുജന പിന്തുണയും കരുത്തും വിളിച്ചോതുന്ന ഉജ്ജ്വല റാലിയുടെ CPIM സംസ്ഥാന സമ്മേളനത്തിന് ഞായറാഴ്ച സമാപനമാകും എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. അതിന് താഴെയായി ചാമ്പ്യൻസ് ട്രോഫി ഇന്ന് ഫൈനൽ, ഇന്ത്യ വേഴ്സസ് കിവീസ് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. റിലീജിയസ് ഫ്രീഡം ഈസ് അവർ റൈറ്റ് എന്ന പ്ലക്കാർഡുമായി അരുണാചൽ പ്രദേശിൽ മതം മാറ്റ നിരോധന നിയമം അടിച്ചേൽപ്പിക്കുവാനുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ക്രൈസ്തവ സംഘങ്ങൾ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചിത്രം നൽകിയിരിക്കുന്നു. ഓസ്കാർ വേദിയിലും കൈതറി പെരുമ എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതായത് കൈത്തറി തുണിയിൽ തുന്നിയ വസ്ത്രം ധരിച്ച് അനന്യ ഷാൻ ഭാഗ്, മന്ത്രി P. രാജീവ് ഫേസ്ബുക്ക് പേജിലിട്ട ചിത്രമാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുള്ളത്.
MDMA വിഴുങ്ങിയ യുവാവ് മരിച്ചു എന്ന വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. ഹെഡ്മാഷ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട രാഹുൽ ഗാന്ധി കാവൽക്കാരോടല്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഭാരതം വനിതകൾ നയിക്കുന്ന വികസനത്തിന്റെ പാതയിൽ എന്ന തലക്കെട്ടോടുകൂടി ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ വാൻസിബോർസി ഗ്രാമത്തിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വനിതകൾ മാലയിട്ട് സ്വീകരിക്കുന്ന ചിത്രമാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. അതിന് താഴെ ലഹരി വിൽക്കാൻ സ്വന്തം മകൻ ലഹരി വിഴുങ്ങി മരണമെന്ന തലക്കെട്ടോടുകൂടി 10 വയസ്സുള്ള മകൻ്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് വിൽപ്പന നടത്തിയ പിതാവിൻ്റെയും പോലീസിനെ കണ്ട് MDMA വിഴുങ്ങിയ യുവാവ് മരിച്ച വാർത്തയും ഒരേ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഗോത്രപർവം ഗവർണർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് വയനാട്ടിലെത്തും. വിവിധ വനവാസി സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഗോത്രപർവം 2025 ഗവർണർ ഉദ്ഘാടനം ചെയ്യും. അതിന് വലതു ഭാഗത്തായി സിറിയ വീണ്ടും അശാന്തിയിലേക്ക്, സംഘർഷത്തിൽ 3ലേറെ മരണം. അതായത് സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് അനുകൂലികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ലോക വനിതാ ദിനമായ ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് നടന്ന യോഗം ഫിലിം മേക്കർ പ്രൊമിത വോറ ഉദ്ഘാടനം ചെയ്യുന്നു. ആദര ചിത്രവും അതിനോടൊപ്പം നൽകുന്നുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ നവീൻ ബാബുവിൻ്റെ വാർത്തയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നു ദീപിക. ഒന്നും യാദൃച്ഛികമല്ല, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. PP ദിവ്യയെ പ്രതിക്കൂട്ടിലാക്കി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട്. അതിനിടത ഭാഗത്തായി ഇന്നത്തെ ഫൈനലുമായി ബന്ധപ്പെട്ട ചെറിയൊരു കോളം നൽകിയിട്ടുണ്ട്. രോഹിത് ശർമ്മയും മിച്ചൽ സാന്റനറും ഫൈനൽ ഇന്ന്. ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരം ദുബായിൽ ഉച്ചകഴിഞ്ഞ് 2:30. കടമെടുക്കാൻ മാർഗം തേടി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക്. കേന്ദ്ര ധനമന്ത്രിയെ കാണും. അതായത് സംസ്ഥാനത്തെ ട്രഷറികൾ അടച്ചിടുന്ന അവസ്ഥ ഒഴിവാക്കാനും സാമ്പത്തിക വർഷം അവസാനമായ മാർച്ച് മാസത്തെ ചെലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നതിനുമായി കടമെടുക്കുവാനുള്ള 5 മാർഗങ്ങൾ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിക്ക് പോകും എന്നുള്ള വാർത്ത. വനിതാ ദിനം സെൽഫി എന്ന തലക്കെട്ടോടുകൂടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരത്തിനിടെ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രമുഖ എഴുത്തുകാരിയും സംവിധായകയുമായ പെമ്പിള ഒരുമൈ നേതാവ് ഗോമതി സംഗമിക്കുന്നതിനിടെ സെൽഫി എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നയരേഖയിൽ പാർട്ടിക്ക് ആശങ്ക എന്ന തലക്കെട്ടോടുകൂടി നയരേഖയുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. താഴെ പോലീസ് പരിശോധന, MDMA പൊതി വിഴുങ്ങി യുവാവ് മരിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. DGP നൽകിയ ആദ്യ റിപ്പോർട്ട് ഗവർണർ തള്ളി. ലഹരി വ്യാപനം പോലീസ് നടപടി അറിയിക്കണമെന്ന ഗവർണർ. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാൻ പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദമായി അറിയിക്കുവാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം. കള്ളിക്കാട്ട് വീട്ടമ്മയെ കാട്ടുപന്നി ആക്രമിച്ചു, ഗുരുതര പരിക്ക്. കുമാരിയാണ് ആക്രമിച്ചത്. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ക്യൂവിൽ ആളുണ്ടെങ്കിൽ 9 മണിക്ക് ശേഷവും മദ്യം നൽകണം. ബെവ്കോ. വോട്ട് ചെയ്യാൻ ക്യൂവിൽ ആളുണ്ടാവണമെങ്കിൽ ലഹരിക്കും വേണം ഒരു കരുതൽ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ പിണറായി രേഖയ്ക്ക് പാർട്ടി പിന്തുണ, വിവാദ നിർദ്ദേശങ്ങളടക്കം ഒന്നിനും എതിരഭിപ്രായമില്ല എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമ പേജിൽ ഇടതുഭാഗത്തായി നൽകുന്നു. വലതുഭാഗത്ത് തെളിവില്ലെന്ന് ആവർത്തിച്ച റിപ്പോർട്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല, ദിവ്യയുടേത് ആസൂത്രിത നീക്കം എന്ന വാർത്ത മാധ്യമത്തിൽ നൽകുന്നു. ഉൾപേജിൽ വിശദ വിവരങ്ങളുണ്ട്. പോലീസിനെ കണ്ട് MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. ഷാനിദ് അദ്ദേഹത്തിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കൊന്നും തുന്നും രാസലഹരി എന്ന തലക്കെട്ടോടുകൂടി MDMA വിഴുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം. കുഞ്ഞുമകൻ്റെ ദേഹത്ത് ഒളിപ്പിച്ച് വിറ്റയാൾ പിടിയിൽ എന്ന രണ്ടുപേരുടെയും വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി ആ തലക്കെട്ടിൽ നൽകുന്നു കേരള കൗമുദി. ഇടതുഭാഗത്ത് കടൽ മണൽ ഖനനത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നടന്ന ആഴക്കടൽ സമരസംഗമത്തിൽ പങ്കെടുക്കുന്നതിനിടെ DCC പ്രസിഡന്റ് ബാബു പ്രസാദ് ബോട്ടിൽ നിന്ന് വീണപ്പോൾ ഉള്ള ചിത്രം അതിൽ നൽകുന്നു. അരികിൽ KC വേണുഗോപാലും ഒപ്പം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാറും നിൽക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. മഹാസംഗമം ധന്യതയിൽ വനജാക്ഷി മന്ദിരം. ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാഗാന്ധിയുടെയും മഹത്സംഗമത്തിൻ്റെ ശതാബ്ദി ധന്യതയിലാണ് ശിവഗിരി തുരപ്പിൻ മുകളിലുള്ള വനജാക്ഷി മന്ദിരം. 1925 മുതൽ 1925 മാർച്ച് 12-നായിരുന്നു കൊല്ലവർഷം. 1925 മാർച്ച് 12-നായിരുന്നു സംഗമം. സന്ധ്യാശ്രമമെന്നും ഇവിടം അറിയപ്പെട്ടു. ആക്രമണം തുടർത്തി സർക്കാർ നീക്കത്തിൽ സംശയമെന്ന കുടുംബം. നവീൻ ബാബുവിൻ്റെ PP ദിവ്യയുടെയും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു കേരള കൗമുദി. സൂര്യാഘാതമേറ്റ വൃദ്ധന് ദാരുണാന്ത്യം എന്ന വാർത്ത. സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീണ വൃദ്ധന് ദാരുണാന്ത്യം. കയ്യൂർ ചിമ്മേരി വലിയ പോയിൽ നാടാച്ചേരിയിലെ മടിയൻ കണ്ണനാണ് മരിച്ചത്. 92 വയസ്സ്. CPM സമ്മേളനത്തിൽ നിന്ന് കൊടിയിറങ്ങുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇടതുഭാഗത്തായി തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ 2.40 കോടി അനുവദിച്ച ധനവകുപ്പ്. ഇവിടെ ധനക്കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നു. നാളെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.